ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഡിഗ്രി 4th സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള പേപ്പറാണ് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ പ്ലാന്റ് സയൻസ്. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോ ടെക്നിക്സ് എന്ന് പറയുന്ന പോർഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇമ്പോർട്ടൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് വരുന്നത്. സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്, ഇതൊക്കെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അപ്പോൾ നിങ്ങൾ എല്ലാ ടൈപ്പ് മൈക്രോസ്കോപ്പിനെയും കുറിച്ചൊരു ധാരണ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ചിലപ്പോൾ ഇപ്രാവശ്യം സെമ്മ് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇക്കൊല്ലം ചോദിച്ചാൽ അടുത്ത കൊല്ലം ചിലപ്പം ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നിലവിൽ ഇത് ചോദിച്ചിട്ടുള്ളത് 2 മാർക്കിനൊക്കെയാണ്. ഓക്കെ, എനിക്കൊന്നും 2021-ലെയോ 2022-ലെ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ടാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചോദിച്ചിട്ടുള്ളത്. ഇനി ചോദിക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ 2 മാർക്കിന് പറയുമ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് സെം ആൻഡ് മെൻഷൻ ഇറ്റ് അപ്ലിക്കേഷൻ, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാൻ പറ്റും അല്ലേ, എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ 2 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സെമ്മ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യനിൽ കാണുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്തിട്ട് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് മാറ്റണം. ഓക്കെ, ആ അബ്രിവേഷൻ തന്നെ എന്താണ്, ആ അബ്രിവേഷൻ ഇലാബറേറ്റ് ചെയ്യണതിന് തന്നെ നമുക്ക് ഒരു 1/2 മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. എന്താണ് സെമ്മെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ തന്നെ ഒരു 1/2 മാർക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇതിലെ 2 പോയിൻറ്റ്സ്, 2 വേർഡ്സ് ശ്രദ്ധിക്കുക. ഒന്ന് സ്കാനിങ്, ഒന്ന് ഇലക്ട്രോൺ. ഈ 2 വേർഡ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പത്തിൽ ഈ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് എഴുതാം. ഓക്കെ, സ്കാനിങ് ആണ് അവിടെ നടക്കുന്നത്, എന്തുപയോഗിച്ചിട്ട്? ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട്. അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതൊരു റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ്. ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ സർഫസിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വ്യൂ തരും. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫൈൻ ബീം ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺസ്, ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ്, അതുപോലെ തന്നെ എന്താണ് സ്കാൻ ചെയ്യാം. ഓക്കെ, ഒരു ഫൈൻ ബീം ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺസ്, ഏകദേശം ഒരു 3 മുതൽ 30 kV വരുന്ന ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ ബീം നമ്മൾ പാസ് ചെയ്യിക്കുകയാണ്. അതിലൂടെ എന്താണ്, അത് സ്കാൻ ചെയ്യും ആ ഒരു സ്പെസിഫിക് ഏരിയേനെ, ആ സ്പെസിമെനിലുള്ള ഒരു സ്പെസിഫിക് ഏരിയേനെ സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രൈമറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ്. അത് സ്പെസിമെൻ്റെ ചുറ്റുമായിട്ട് എന്താണ്, ആ സ്പെസിമെൻ അക്രോസ് ആയിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് നടത്തും. ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സ്കാറ്റർ ചെയ്യും, അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രൈമറി ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺ ഗണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുള്ള ആ പ്രൈമറി ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്യും, അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എമിറ്റ് ആവുന്നുണ്ട്. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ എമിറ്റ് ആവുന്നത് ആ ഒരു സർഫേസ് നിന്നായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ആ സ്പെസിമെൻ്റെ സർഫസ് ഏരിയേൻ്റെ അടുത്തു നിന്നായിരിക്കും ഈ ഇലക്ട്രോൺസ് എമിറ്റ് ആവുന്നത്. ഈ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈ സ്പെസിമെൻറ്റിൻ്റെ ആറ്റംസായിട്ട്, സ്പെസിമെനിലുള്ള ആറ്റംസായിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ട് ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇൻഫോർമേഷൻ നൽകുകയാണ്. എന്തൊക്കെയാണ് ആ ഒരു സാമ്പിളിൻ്റെ സർഫസിൻ്റെ ടോപ്പോഗ്രഫി, എക്സ്റ്റേണൽ മോർഫോളജി, അതിൻ്റെ ടെക്സ്ചർ, അതായത് എക്സ്റ്റേണൽ മോർഫോളജി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ, അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മറ്റ് ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ ഉള്ള ഇൻഫോർമേഷൻ ആര് തരുന്നുണ്ട്, ഈ ഇലക്ട്രോൺസ് ഇൻട്രാക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്ന ആ ഒരു സിഗ്നൽസ്, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നൽകുന്നുണ്ട്. ഈ സിഗ്നൽസ് എന്ന് പറയുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിൽ കളക്ട് ചെയ്യും. ഒന്നെങ്കിൽ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഗ്രിഡിലായിരിക്കും ഈ ഒരു സിഗ്നൽസ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ സിഗ്നൽസ് എന്ന് പറയുന്നത് പിന്നീട് എന്താണ്, ടെലിവിഷൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ സിഗ്നൽസ് ടെലിവിഷൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതൊരു ഇമേജ് പോലെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. ഒരു ഇമേജ് പോലെ ഇപ്പം നമ്മൾ ആ സ്കാൻ ചെയ്ത ആ ഒരു സിഗ്നൽ
എന്താണ് ടെലിവിഷൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഇമേജ് ആ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. ആ ഒരു നമ്മൾ വെച്ച സ്പെസിമെൻ്റെ ഒരു ഇമേജ് എവിടെ ഡിസ്പ്ലേ ആവും, ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും. ഈ ഇമേജ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ്, നമ്മൾ ഹാൻഡ് ലെൻസൊക്കെ ഉപയോഗിച്ചിട്ട് നോക്കില്ല, ആ ഒരു ഇമേജുമായിട്ട് റിസംബിൾ ചെയ്യുന്ന ഇമേജാണ് ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ റെസൊല്യൂഷൻ എന്തായിരിക്കും, കുറച്ചുകൂടെ ഫൈനർ റെസൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 1,00,000 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും ആ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫൈനർ റെസൊല്യൂഷൻ ഇമേജസ് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ. ഹൈ റെസൊല്യൂഷൻ ഇമേജസ് കിട്ടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കെമിക്കൽ കമ്പോസിഷൻ വരെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും. ആ ഒബ്ജക്റ്റിൻ്റെ ഏകദേശം എന്താണ് ആ ഒരു കെമിക്കൽ കമ്പോസിഷൻ വരെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫേസ് ഡിറ്റക്ഷൻ നടക്കുന്നുണ്ട്. അത് ബേസ് ചെയ്തിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് കെമിക്കൽ അനാലിസിസും അതുപോലെ തന്നെ എന്താണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ അനാലിസിസും വഴിയാണ് ആ ഒരു ഫേസിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റിന് നല്ലതാണ്. വെരി മൈന്യൂട്ടായിട്ടുള്ള ഫീച്ചേഴ്സ്, ഒരു ഒബ്ജക്റ്റിൻ്റെ വെരി മൈന്യൂട്ടായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ് ഡിഫറെൻറ്റ് ഫേസസ് തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻ. അതായത് മൾട്ടി ഫേസ് ഒബ്ജക്ട്സ് നമുക്ക് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺ ഇമേജസ് യൂസ് ചെയ്തിട്ട് എന്താണ് മൾട്ടി ഫേസ് ഒബ്ജക്ട്സിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് തമ്മിലുള്ള ഡിസ്ക്രിമിനേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയാണ് ആ ഒരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ 2 മാർക്കിന് ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ 2 ആപ്ലിക്കേഷൻ നോക്കിയാൽ മതി. ഒന്നാമത്തെ ഒരു ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇമേജ് കിട്ടുന്നുണ്ട്, അതൊരു ആപ്ലിക്കേഷനായിട്ട് എടുക്കാം. ഓക്കെ, പിന്നെ എന്തെടുക്കാം, എളുപ്പത്തിലുള്ള 2 പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഹൈ റെസൊല്യൂഷൻ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള പോയിൻ്റ് ഓർക്കുക. അതുപോലെ തന്നെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്, വെരി മൈന്യൂട്ടായിട്ടുള്ള മെഷർമെൻറ്റ് ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത്രയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇനി അതിൻ്റെ ജസ്റ്റ് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം നോക്കാം. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഗണ്ണാണ് എന്ത് പ്രൈമറി ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇലക്ട്രോൺ ബീം, കണ്ടൻസർ ലെൻസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ്, സാമ്പിൾ ഹോൾഡർ, ആംപ്ലിഫയർ, വാക്വം പമ്പ്, സ്കാന്, ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സെം എന്ന് ചോദിച്ചാൽ ആദ്യം എഴുതുക സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. റീസെൻ്റ് ആയിട്ടുള്ളൊരു ഡെവലപ്മെൻ്റ് ആണെന്ന് എഴുതുക. എങ്ങനെയാണെന്ന് എഴുതാം. ഇതെന്താ ചെയ്യുന്നത്, ഒരു സർഫസ് വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഹൈ വെലോസിറ്റിയിലുള്ള ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസ് യൂസ് ചെയ്തിട്ട് എന്താണ് സ്കാൻ ചെയ്യുകയാണ്, ഒരു സ്പെസിഫിക് ഏരിയ സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രൈമറി ഇലക്ട്രോൺസ് വന്ന ഇലക്ട്രോൺ ഗണ്ണാണ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് മൂവ് ചെയ്യും, അത് സ്കാറ്റർ ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അതുവഴി എന്താണ് സെക്കൻഡറി ഇലക്ട്രോൺസ് എവിടെ ഉണ്ടാവും, ആ ഒരു സർഫസ് എന്ന് അല്ലെങ്കിൽ ആ ഒരു സ്പെസിമെൻ്റെ സർഫസ് ഏരിയേൻ്റെ അടുത്തുനിന്നോ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഇലക്ട്രോൺസ് സർഫസ് ഏരിയ സ്പെസിമെനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ട് സിഗ്നൽസ് ഉണ്ടാവും. ആ സിഗ്നൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ആ സിഗ്നൽസിൽ ആ ഒരു സ്പെസിമെനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉണ്ടായിരിക്കും. ആ സിഗ്നൽസ് എന്ന് പറയുന്നത് ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബിൽ കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് ഒരു ടെലിവിഷൻ ട്യൂബിലേക്ക് കൊടുക്കും. അത് ആ ടെലിവിഷൻ ട്യൂബിൽ എന്താണ് അതൊരു ഇമേജ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും അതിൻ്റെ സ്ക്രീനിൽ. അത്രയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 2 മാർക്കിന് വന്നാൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത്രയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.